ചേട്ടാ ഈ കറി ഒന്ന് മാറ്റി തരും, ഈ കറിക്കകത്ത് ഈച്ചകത്ത് കിടക്കുന്നു പറഞ്ഞപ്പം ആ പുള്ളിക്കാരൻ നേരെ വന്നിട്ട് വിരലിട്ട് മുക്കി ഈച്ച എടുത്ത് വിളിക്കാൻ വേണ്ടിട്ട് അതിന് കുഴപ്പമില്ല, കഴിച്ചോളാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ബോർഡൊന്ന് നോക്കിക്കോ. തൃപ്തി കല്യാണി സദ്യാലയം തട്ടത്തുമല. ഇവിടെ ഇങ്ങനെയാണ്. എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള അറിയണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വില വിവര പട്ടികയിൽ നിന്ന് തന്നെ തുടങ്ങാം. കണ്ടില്ലേ, ഈ മീൻ പൊരിച്ചത് ഉൾപ്പെടെയാണ് ചോറിന് 110 രൂപ, അല്ലെങ്കിൽ 80 രൂപ. എന്തുമാത്രം കറികളുണ്ടെന്ന് നോക്കിയോളെ. അതിനു മുമ്പ് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വൃത്തി. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് ആ ടേബിളൊക്കെ വളരെ മനോഹരമായിട്ട് വൃത്തിയാക്കിയിട്ടേക്കുക. നമ്മളൊക്കെ കയ്യിരിക്കുന്ന പൈസ കൊടുത്തിട്ട് ചില ഹോട്ടലുകളിലൊക്കെ ചെന്ന് കയറുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് എൻ്റെ വണ്ടിയിലൊക്കെ കയറുന്ന യാത്രക്കാർ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നല്ലൊരു ഹോട്ടൽ നോക്കി നിർത്തണേ, നിങ്ങൾ ഡ്രൈവർമാരാകുമ്പോൾ അറിയാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ നല്ല ഹോട്ടൽ നോക്കി പോയി കൊണ്ടുചെന്ന് നിർത്തുന്ന മിക്കുള്ളപ്പോഴും പട്ടിണി കടകളായിരിക്കും. ഈ അവസ്ഥ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും പലർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ചെന്ന് കയറി കൊടുത്തിട്ട് വൃത്തിയും ഉണ്ടാകത്തില്ല, ആഹാരത്തിന് ടേസ്റ്റും ഉണ്ടാകത്തില്ല, വായി വെച്ചിട്ട് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ പല ഹോട്ടലിൽ നിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിറങ്ങിപ്പോയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലും ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ 10 രൂപ വെച്ച് വാങ്ങുമ്പം ഇവിടെ 7 രൂപയ്ക്ക് ദോശയും ഇഡ്ഡലിയും കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റ് പ്രമുഖ ഹോട്ടലുകളിലെ വില വിവരങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഈ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണിനോടൊപ്പമുള്ള പായസമാണ് കേട്ടോ. കടക്കിട്ടിരിക്കുന്ന തൃപ്തി കല്യാണി എന്നുള്ള പേരിനോട് എന്തുമാത്രം ആത്മാർത്ഥത അവർ പുലർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അടുത്തായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തട്ടുകട, പെട്ടിക്കട പോലത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന തട്ടുകടയിൽ പോലും 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും വലിയ വിലയിലാണ് സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. അപ്പോൾ അവരുടെ വില അവരിങ്ങനെ പബ്ലിഷ് ചെയ്ത് എത്ര സ്ഥലത്തെ വില വിവര പട്ടിക എഴുതി വെച്ചേക്കുന്നതെന്ന് കണ്ടോ. അവർ ആ വില ഇങ്ങനെ പരസ്യപ്പെടുത്തി തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇഞ്ചിക്കറി തൊട്ട് ചമ്മന്തി, മോര് എന്ന് വേണ്ട, ഈ കാണുന്ന ഇത്രത്തോളം കറികളും കൂടെ കൂട്ടിയാണ് ഒരു ഊണിന് 80 രൂപ എന്ന് പറയുന്നത്. തൃപ്തി കല്യാണി എന്ന കടയുടെ പേരിനോട് 100% ആത്മാർത്ഥത പുലർത്തി ചെയ്യുന്ന ഒരു കടയാണിത്. ഊണ് കുറച്ച് നേരത്തെ കച്ചവടമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കട കയറിയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പം അത്രത്തോളം 7 രൂപയുള്ള ഇഡ്ഡലിക്ക് അതുപോലെ തന്നെ സാമ്പാർ, വളരെ രുചികരമായിട്ടുള്ള സാമ്പാറും കൂട്ടിയാണ് കഴിച്ചത്. കണ്ടില്ലേ, മോര്, പായസം, എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പാർ, ഇത് മീൻകറിയാണ്. മീൻകറി, പരിപ്പ്, ഇത്രയോ ഒഴിച്ച് കൂട്ടാനുള്ള കറികളാണ്. ഇനി നമുക്ക് കൂടെയുള്ള തൊടുകൂട്ടാൻ എന്തൊക്കെയാണെന്ന് നമുക്കിനി ഒന്ന് നോക്കാം. ഇത് നോക്കിക്കോ, ഇഞ്ചിക്കറി ഉൾപ്പെടെ ചമ്മന്തി, ഇഞ്ചിക്കറി, കണ്ടല്ലോ, അവിയൽ, തോരൻ, 2 കൂട്ടം മീൻ പൊരിച്ചത്, പിന്നെ കപ്പയും അവിയലും മോരും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അടിപൊളി ഊണായിരിക്കും. അച്ചാറും എന്ന് വേണ്ട, ഈ കാണുന്ന ഇത്രയോ ഐറ്റംസ് കൊണ്ട്, അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അതേ രുചികരമായിട്ടുള്ള ഫുഡ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളൂ. വാഴയിലയിൽ ഊണ്, വീട്ടിലെ ഊണ്, കയറി ചെല്ലുമ്പോഴത്തേനും വാഴയിലയൊക്കെ മാറി വട്ടയിലയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള ഹോട്ടലുകാരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ, നിങ്ങൾ വാഴയിലയിലൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വായി വെച്ച് കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും അടച്ച് കുറ്റം പറയല്ല കേട്ടോ. നല്ല ഹോട്ടലുകളുണ്ട്, നല്ല ഹോട്ടലുകൾ, വാങ്ങുന്ന പണത്തോട് നീതി പുലർത്തുന്ന ഹോട്ടലുകളുണ്ട്, ഇല്ല എന്നല്ല, ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലുള്ള ഹോട്ടലുകൾ ജനങ്ങളിലേക്ക് എത്തേണ്ടത് തന്നെയാണ്. ഇതൊരു മാതൃക തന്നെയാണ്. അതുപോലെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ കാലം അദ്ദേഹത്തിനുള്ള അംഗീകാരം കൊടുക്കുന്നതാണ്. ഒരിക്കലും പണം മാത്രമായിരിക്കരുത് ആഹാരം കൊടുക്കുമ്പോഴുള്ള തൃപ്തി. ആ ഒരു തൃപ്തി, മറ്റുള്ളവരുടെ തൃപ്തി തന്നെയാണ്, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളവരുടെ തൃപ്തി തന്നെയാണ് നമ്മളുടെ എല്ലാ വിജയങ്ങൾക്കും കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലുള്ള സമാധാനമാണ്. നമ്മൾ നല്ലതാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള സമാധാനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ചില ഹോട്ടലിലൊക്കെ ചെന്ന് നമ്മൾ കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ടേബിൾ വരെ വൃത്തിയാക്കിയിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഗ്ലാസ്സൊക്കെ എടുത്ത് നമ്മൾ തന്നെ കൊണ്ടുപോയി കഴുകിയിട്ട് വേണം നമ്മൾ അതിലൊക്കെ വെള്ളം കുടിക്കാൻ. എന്തിനാണ് അങ്ങനത്തെ? ഇടയ്ക്ക് വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറി, അപ്പോൾ ആ ഫുഡിനകത്ത് ഈച്ചകത്ത് കിടപ്പുണ്ട്. ചേട്ടാ ഈ കറി ഒന്ന് മാറ്റി തരും, ഈ കറിക്കകത്ത് ഈച്ചകത്ത് കിടക്കുമെന്ന് പറഞ്ഞപ്പം ആ പുള്ളിക്കാരൻ നേരെ വന്നിട്ട് വിരലിട്ട് മുക്കി ഈച്ച എടുത്ത് വിളിക്കാൻ വേണ്ടിട്ട് അതിന് കുഴപ്പമില്ല, കഴിച്ചോളാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരു അല്പം മര്യാദ പോലും കാണിക്കത്തില്ല പലപ്പോഴും അങ്ങനെയുള്ള കടകളൊക്കെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാഹനം ഇവിടെ സുഖമായിട്ട് നിർത്തിയിട്ടിട്ട് കയറി കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അവിടെ വാഹനം നമുക്ക് ഒതുക്കാനുള്ള നല്ല പ്ലേസ് ഉണ്ട്. അങ്ങ് നീണ്ടു നിവർന്ന് അങ്ങേറ്റത്തോളം നല്ല പ്ലേസിലേക്ക് കിടക്കുകയാണ്. മാത്രമല്ല ഇവിടെ തൊട്ട് അപ്പുറത്തായിട്ട് നമ്മൾ ഈ സ്റ്റോണൊക്കെ കൊണ്ട് ഓടുന്ന ഓട്ടോ ഇല്ലേ നമ്മളെ, ആ ഒരു ഓട്ടോ ഓടുന്ന തൊട്ടപ്പുറത്താണ്. അപ്പം ഈ ഒരു വളവിലാണ് തട്ടത്തുമല എത്തുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ആയൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റോഡിൽ, ആയൂർ തിരുവനന്തപുരം റോഡിൽ നമ്മൾ നിലമേലൊക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ട് വരുമ്പോൾ വാഴോട് എന്ന് പറയുന്ന സ്ഥലം എത്തുന്നു. വാഴോട് കുറേ ക്യാമറയൊക്കെ ഇങ്ങനെ നിരത്തി അടുക്കി വെച്ചിട്ടുണ്ട് പോലീസുകാരുടെ. അവിടെ ആ ക്യാമറയൊക്കെ ഉള്ള സ്ഥലം കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോഴത്തെ ഒരു വളവുണ്ട്. ആ വളവിന് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കടയാണിത്. കടയോട് ചേർന്ന് തന്നെ മുറ്റത്തൊക്കെ അലങ്കരിക്കുന്ന കുറേ ശില്പങ്ങളും വിളക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്.
നേരെ ഓപ്പോസിറ്റ് ചെടികളെല്ലാം കൂടെ കച്ചവടം ചെയ്യുന്ന മുളമൂട്ടിൽ ഗാർഡൻ്റെ തന്നെ മറ്റൊരു ചെടിക്കടയുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് തൃപ്തി കല്യാണി സദ്യാലയം എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നല്ല ഹോട്ടൽ അന്വേഷിച്ച് ഓടി കിടക്കുന്നവർ അധികം ഒന്നും ഓടണ്ട. ഇതിലേക്കൂടെ പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് ഈ ഹോട്ടലിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ബോർഡില്ലേ, ആ ബോർഡിനകത്ത് ഇവരുടെ ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ബസ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആരും വിളിച്ച് പറ്റിക്കുകയൊന്നും ചെയ്യല്ലേ കേട്ടോ, പാവങ്ങളാണ്. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നിങ്ങൾ വരാതൊന്നും ഇരിക്കല്ലേ. അതുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക. അത്യാവശ്യം നല്ല തിരക്കും കച്ചവടമൊക്കെ ഉള്ളൊരു കട തന്നെയാണ് കേട്ടോ. പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയോടെ വീണ്ടും കാണാം.